2008 ഫെബ്രുവരി 18 ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നാണ് യഹ്യയെ പോലീസ് കൊണ്ടുപോയത്. ഫ്ളാറ്റിലുണ്ടായിരുന്ന യഹ്യയുടെ ഭാര്യയും 3 പിഞ്ചുകുട്ടികളും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് വൈകിയാണ്. നിരോധിത സംഘടനയായ സിമിയുടെ രഹസ്യയോഗം സംഘടിപ്പിച്ചെന്ന കുറ്റം ചുമത്തി യഹ്യ ജയിലിലടക്കപ്പെട്ടു. ബംഗളൂരുവിലെ ടാറ്റ ഇൻഫോടെക് കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്തിരുന്ന യഹ്യ പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. 4 മാസം മുമ്പ് സുപ്രീം കോടതിൻ്റെ വിധി ഉണ്ടായിരുന്നു. ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ജാമ്യം ഹർജി തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ച് 1 കൊല്ലം കൊണ്ട് കേസ് തീർപ്പാക്കുമെന്നായിരുന്നു. 2 കൊല്ലമൊക്കെ ഇനിയും വേണ്ടിവരും എന്നുള്ളിടത്താണ് അവസ്ഥ. യഹ്യയുടെ വിചാരണ തടവ് 6 വർഷം പിന്നിടുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളിൽ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഉള്ള സമ്പത്തെല്ലാം കേസ് നടത്തിപ്പിനായി ഈ കുടുംബം ചെലവാക്കി. ഈ മിഡിൽ ക്ലാസിൻ്റെ നേരെയുള്ള അറ്റാക്ക്, ഈ മിഡിൽ ക്ലാസിൻ്റെ നേരെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ വളർച്ചയെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ഇല്ലായ്മ ചെയ്യുന്ന ഒരു വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്കാണ്. എന്തുകൊണ്ട് ന്യൂനപക്ഷക്കാരും പിന്നോക്കക്കാരുമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ദീർഘകാലം ജയിലിൽ അടയ്ക്കാൻ കഴിയുന്നുള്ള ഇത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള അറ്റാക്കാണ്. അന്യായമായ വിചാരണ തടവ് രാഷ്ട്രീയ പ്രശ്നമായി എന്നെങ്കിലും ഉയർന്നുവരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കുടുംബം. മീഡിയ 1 കോഴിക്കോട്.